Hi everyone, I'm Dr. Anupriya and welcome to my YouTube channel. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ ബി പി നോക്കി അയാളുടെ ബി പി വാല്യൂ കുറച്ച് എലിവേറ്റഡ് ആണ്, കുറച്ച് കൂടി നിൽക്കുന്ന ഒരു ബി പി വാല്യൂ ആണ്, നമുക്ക് ബ്ലഡ് പ്രഷറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വാല്യൂ മാത്രം നോക്കിക്കൊണ്ട് അയാൾ ഒരു ബി പി പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആ ഒരു വാല്യൂ മാത്രം നോക്കിയിട്ട് അയാൾ ഒരു ബി പി ഉള്ള ഒരാളാണ് എന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ബിഫോർ ദാറ്റ് നമ്മളൊരു ബി പി അല്ലെങ്കിൽ നമുക്കൊരു ബ്ലഡ് പ്രഷർ ഉണ്ട്, നമുക്ക് പ്രഷറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്കവാറും കേസസിൽ നമുക്ക് ബി പിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. രോഗലക്ഷണങ്ങൾ കാര്യമായിട്ടൊന്നും കാണിക്കാറില്ല, വേറെ അസുഖങ്ങൾ പോലെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ഒരു സൈലന്റ് കില്ലർ എന്നാണ് പലപ്പോഴും നമ്മൾ ബ്ലഡ് പ്രഷറിനെ പറയാറ്, അല്ലെ നിശബ്ദമായിട്ട് കൊലയാളി, നിശബ്ദ കൊലയാളി എന്നാണ് പറയാറ്. സോ പലപ്പോഴും ആൾക്കാർ വേറെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ പോകുന്ന സമയത്തായിരിക്കും ബി പിയും കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വാല്യൂവിൽ കുറച്ച് വ്യത്യാസം കാണിക്കാറുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഫസ്റ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബി പി ഉള്ള ഒരാളാണോ അല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചില മെഡിക്കൽ ക്യാമ്പ്സ് ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ഇത്രയും സൗകര്യമായി കിട്ടുകയാണല്ലോ എന്നാൽ ഒന്ന് ബി പി നോക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് പോയി ബി പി നോക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും ബി പി കേസസ് ഡയഗ്നോസ് ചെയ്യുന്നത്. നമ്മൾ ബി പി നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ ബി പി നോക്കുന്ന സ്പിഗ്മോ മാനോമീറ്റർ അല്ലെങ്കിൽ ബി പി അപ്പാരറ്റസ് എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെൻറ്റ് നമ്മളുടെ ഹൃദയത്തിൻ്റെ അതേ ലെവലിൽ തന്നെ വെച്ചിട്ട് ബി പി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വാല്യൂസിൽ വ്യത്യാസം കാണിക്കാറുണ്ട്. ബി പി നോക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ സമയത്തിനിടയിൽ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ചായയോ കാപ്പിയൊന്നും, അതായത് കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് നമ്മുടെ ബി പി എന്ന് പറയുന്ന സാധനം നമുക്ക് പെട്ടെന്നൊന്ന് ടെൻഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബി പിയിൽ വ്യത്യാസം വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മളൊന്ന് നടക്കുക, ഓടുക ഒക്കെ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സർഷണൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയൊരു റൈസ് നമുക്ക് ബി പിയിൽ കാണാൻ വേണ്ടി പറ്റും. സോ അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ഈ ഓടിക്കതച്ചൊക്കെ പോയി പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് ബി പി നോക്കി പെട്ടെന്ന് ബി പി കൂടുതലായി കണ്ടു, അയ്യോ എനിക്ക് ബി പി വന്നു, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു നടന്നിട്ടോ അല്ല, നമ്മൾ മിക്കവാറും ഈ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുക. കുറേ ആൾക്കാർ ലോങ് ക്യൂ ഒക്കെ നിന്നിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് എൻ്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓടി പിടിച്ചെത്തി അവിടെ ഇരുന്ന് പെട്ടെന്ന് ബി പി നോക്കി പെട്ടെന്ന് ബി പി കൂടി കണ്ട് ആകെ ഞെട്ടിപ്പോയാൽ എന്താ എനിക്കിങ്ങനെ ബി പി ഉണ്ടാവാറില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഒന്ന് ബി പി നോക്കി ഓക്കെ ഒന്ന് കൂടിയിരിക്കുന്നുണ്ട്, ബി പി കുറച്ച് റൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. ബോഡിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം ആഫ്റ്റർ ഒരു 10 or 15 മിനിറ്റ്സ് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ബി പി നോക്കുക. അപ്പോഴും ചിലപ്പം ബി പി കൂടി തന്നെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലപ്പം ബി പി കുറച്ച് റൈസ് ആയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. മെഡിസിൻ അതിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, രാവിലെ ചിലപ്പോൾ ഒന്ന് ബി പി നോക്കി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എലിവേറ്റഡ് ആയിട്ടായിരിക്കാം. അപ്പം അയാൾക്ക് വൈകുന്നേരവും വന്നൊന്ന് ബി പി നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അടുത്തെങ്ങാനും വീട്ടിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ വൈകുന്നേരം കൂടെ ഒന്ന് നോക്കുക, പിറ്റേന്ന് രാവിലെയും കൂടി ഒന്ന് നോക്കുക, ഈവനിങ് കൂടി ഒന്ന് നോക്കുക. അങ്ങനെ ഒരു 3 days മോർണിംഗ് ഈവനിങ് ആയിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. സോ അങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ബി പി എലിവേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ബി പിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിലും കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടേഴ്സ് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, മെഡിസിൻസ് അപ്പം തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാറും ഉണ്ട്. സോ ഇങ്ങനെയാണ്. അപ്പോൾ ബി പി എന്ന് പറയുന്ന സാധനം പെട്ടെന്നൊന്ന് റൈസായി എന്ന് വെച്ചിട്ട് എനിക്ക് ബി പി ആണോ അല്ലെങ്കിൽ ആവണമെന്നില്ല. അത് പല നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബി പി എന്ന് പറയുന്ന വാല്യൂവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക. സോ ആ ഒരു കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ എക്സസൈസ്, ഡയറ്റ് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഉപ്പൊക്കെ പിന്നെ കുറയ്ക്കണം. ഓക്കെ, 6 gram per day ആണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ള ഉപ്പ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മോഡറേഷനിൽ വേണം ഉപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അച്ചാറ് പപ്പടമൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. വ്യായാമം ശീലമാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ദുശീലങ്ങളായിട്ടുള്ള പുകവലിയോ മദ്യപാനമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൊട്ടാസ്യം കൂടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ലൈക്ക് പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കണം. അങ്ങനെ ആ രീതിയിലുള്ള കുറച്ച് ലൈഫ് മോഡിഫിക്കേഷൻസും കൂടെ വരുത്തുക.
എന്നിട്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റ്സും കൂടെ കഴിക്കുക. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ BP ചെക്ക്. അല്ലാതെ ഓൾ ഓഫ് എ സഡൻ നമുക്ക് BP കൂടിയെന്ന് വെച്ചിട്ട് നമ്മൾ BP പേഷ്യൻ്റ് ആണോ? അത് ചിലപ്പം പല കാര്യങ്ങളെ ക്ലൈമറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ സമയത്തുള്ള BP വാല്യൂ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. സോ ഇത്രയാണെന്ന് പറയാനുള്ളത്. താങ്ക് യു.